എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്കൂളിൽ റോബോട്ടിക് ആൻഡ് AI പഠനം ആരംഭിച്ചിട്ട് ഒരു വർഷം പിന്നിടുകയാണ്. യുണീക് വേൾഡ് റോബോട്ടിക്സിൻ്റെ പിന്തുണയോടെയാണ് നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിലെ കുട്ടികളെ പുതിയ ലോകത്തിൻ്റെ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുവാൻ ഇടയാക്കിയത്. We, the students of VOEPS Punalur, are deeply grateful to Mr. Benson Thomas sir, the founder and CEO of Unique World Robotics, and to the sponsors of the project, Shaurya Sinha, Anand Aditya, Caroline Ishda, and Omar Nabil. We sincerely express our gratitude to everyone who made it possible for us to learn robotics and AI. ഏവർക്കും നമസ്കാരം. ടെക്ടോണിക് റോബോട്ടിക്സ് ആൻഡ് AI എക്സ്പോ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സ്കൂൾ PTA പ്രസിഡന്റായ നിസാമുദ്ദീൻ അവരെ ഏറെ സ്നേഹാദരവങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമ്മുടെ മുഖ്യ അതിഥിയെ പരിചയപ്പെടുത്തുന്നതിനായി പ്രസാദ് PA ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റായ നിസാമുദ്ദീൻ അവർ CK ഡിവിഷൻ 1 ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകിയ വ്യക്തിയും കൂടെയാണ്. ഇന്നലെ ചെയ്തതും അദ്ദേഹമാണ്. അടുത്തതായി റയാൻ ലിജയെ ക്ഷണിക്കുന്നു. റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നീ മേഖലകളിൽ അതിവിദഗ്ധരായ ഗസ്റ്റുകളെ സ്വാഗതം ചെയ്യാനായി ആരോൺ കേസിനെ ക്ഷണിക്കുന്നു. ഈ റോബോട്ടിക്സ് ഒരുക്കുന്നതിനായി റോബോട്ടിക്സിന്റെ സഹായത്തോടെ ക്രമീകരിക്കുന്ന ഈ എക്സ്പോ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് വലിയൊരു വിജ്ഞാന സ്രോതസ്സായിരിക്കും. പ്രദർശന വിവരങ്ങൾക്കായി നിമ്ന കൃഷ്ണനെ ക്ഷണിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്റ്റുഡൻസ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് സെന്ററിലാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. വെർച്വൽ റിയാലിറ്റി ഡിബോട്ട്, റോബോട്ട് ഡോഗ് യുഹോട്ട്, ഹോവർബോർഡ് തുടങ്ങിയ ആധുനിക സംവിധാനങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. പ്രൊജക്റ്റുകളെ കുറിച്ച് പറയാൻ ആദിത്യ എസിനെ ക്ഷണിക്കുന്നു. റോബോട്ടിക് ആൻഡ് AI മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സഹപാഠികൾ തയ്യാറാക്കിയ 12 മികച്ച പ്രൊജക്റ്റുകൾ ഈ പ്രദർശനത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഓരോ ക്ലാസ്സിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രൊജക്റ്റുകളാണിവ. ചാർട്ട് പ്രദർശനത്തെക്കുറിച്ച് പറയാനായി ഫെബിൻ വിജുവിനെ ക്ഷണിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ചരിത്രവും വളർച്ചയും വ്യക്തമാക്കുന്ന ചാർട്ടുകളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ഇതിലൂടെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് ലളിതമായി മനസ്സിലാക്കാം. കഴിഞ്ഞ ഒരു വർഷത്തെ റോബോട്ടിക്സ് പഠനത്തിൻ്റെ ഭാഗമായി യുണീക് വേൾഡ് റോബോട്ടിക്സിൻ്റെ പിന്തുണയോടെ നമ്മൾ ഇന്ന് സംഘടിപ്പിക്കുന്ന ഈ റോബോട്ടിക് എക്സ്പോ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ നിസാമുദ്ദീൻ അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം മറ്റ് അതിഥികളായ പൂജ മാമിനെയും മറ്റ് ടീച്ചേഴ്സിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം പ്രിയ കുഞ്ഞുങ്ങളെ. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഇത്രയും പറയുമ്പോഴും ചില കുഞ്ഞുങ്ങൾക്കെങ്കിലും ചെറിയൊരു അറപ്പ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതൊക്കെ സ്വാഭാവികമാണ്. ഞാൻ ഒരു 10-25 വർഷമായി മൈക്ക് ഫീൽഡിൽ ഇറങ്ങിയിട്ട്. അതേപോലെ ഈ വർഷമാണ് ഈ മൈക്ക് കയ്യിലെടുത്ത് ഇത്രയും സംസാരിക്കാനും അത് പ്രത്യേക ഒരു വേദി കിട്ടിയത് ഇവിടെ തന്നെയാണ്. അതേപോലെ ഇപ്പോഴും ആ അറപ്പ് മാറിയിട്ടില്ല. എന്നാലും നമ്മളിങ്ങനെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ സ്വാഭാവികമായിട്ട് മാറും. ഞങ്ങൾക്കൊന്നും ഇങ്ങനൊരു വേദി കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങൾ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ ഫീൽഡിൽ ഇറങ്ങുന്നതിന് മുമ്പോട്ടോ ഇങ്ങനൊരു പരിചയം നമുക്ക് കിട്ടിയിട്ടേ ഇല്ല.
എന്നിട്ടും നമ്മൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ മൈക്ക് ഉപയോഗിച്ച് നടക്കുന്നെങ്കിലും ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. ഈ ഒരു PTA പ്രസിഡന്റ് സ്ഥാനം കിട്ടിയതിന് ശേഷമാണ് ഈ മൈക്ക് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നതും. നമ്മളല്ലാതെ ഉപയോഗിക്കും, ഇങ്ങനെ വർക്കിന് എല്ലാവർക്കും സെറ്റ് ചെയ്ത് കൊടുക്കുമെന്നല്ലാതെ ഈ മൈക്കിൽ സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. അന്നേരം കുഞ്ഞുങ്ങൾ ഇത്രയും ഒരു വളർച്ചയിൽ എത്തുകയെന്ന് വെച്ചാൽ ഇപ്പം തന്നെ അവർ കുറേ കുട്ടികളെങ്കിലും അവരൊരു ഒരു പ്രത്യേകത കൊണ്ടായിരിക്കും അവർക്ക് ഒരു അറപ്പും ഒരു മറവിയും കാര്യങ്ങളൊക്കെ. നമുക്കൊന്ന് ഇതിൽ നല്ല നിലയിലോട്ട് എത്തുമ്പോഴത്തേക്ക് ഇവർക്ക് നല്ല മാറ്റങ്ങളുണ്ടാവും. കാരണം എൻ്റെ ഒരു പ്രായവും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇവർ നല്ലൊരു പ്രാസംഗികരായിട്ട് മാറും. കാരണം വെച്ചാൽ ആ ഒരു കഴിവ് ഇവർക്ക് ഇപ്പോഴേ ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ട്രയൽ കൂടിയാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായിട്ട് ഈ AI ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ഒരു വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നു. അന്നേരം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇത്രയും അറിവുകൾ കുട്ടികൾക്ക് പകർന്നു കിട്ടുകയെന്ന് വെച്ചാൽ ഈ ഒരു ചാൻസ് വളരെ അപൂർവമാണ്. ഇതിൽ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അറിവിൻ്റെ ഈ വിരുന്ന് നമുക്കായി ഒരുക്കിയ യുണീക്ക് വേൾഡ് റോബോട്ടിക്സ് ടീമിന് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. പ്രദർശനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ സ്കൂളിലെ PTA പ്രസിഡന്റ് നിസാമുദ്ദീൻ അവറുകൾ, എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർക്കും നമ്മെ വഴി നടത്തിയ പ്രിയപ്പെട്ട അധ്യാപകർക്കും ഒപ്പം പ്രവർത്തിച്ച എൻ്റെ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. സ്നേഹപൂർവ്വം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതിൻ്റെ പേരാണ് ടെയിൽ റോബോട്ട്. ഇതിൻ്റെ ബാക്കിൽ ഒരു ക്യാമറ ഉണ്ട്. ഇതുകൊണ്ടാണ് ഇത് സെൻസ് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടൊരു കളർ പറ. ഓറഞ്ച്. ഓറഞ്ച് കളറിലുള്ള ഫ്രൂട്ട്, ഇത് ഓറഞ്ച് ഐഡൻറ്റിഫൈ ചെയ്ത് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ ഓറഞ്ച് കളറിലുള്ള ഒരു ഫ്രൂട്ടോ വെജിറ്റബിളോ പറഞ്ഞേ. ഓറഞ്ച്. ഓറഞ്ച്. അപ്പം ഇത് 1 2 3 3 ഫ്രണ്ടിലോട്ട് വെക്കുക. എന്നിട്ട് ഇങ്ങോട്ട് ടേൺ ചെയ്യുക. എന്നിട്ട് 1 2 3 എന്നിട്ട് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നത്? ഇത് ഈ സെൻസറിൻ്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു വസ്തു മുന്നിൽ ഇരിക്കുവാണെങ്കിൽ ഈ സെൻസറിൻ്റെ സഹായത്തോടെ ഇത് മൂവ് ആവും. വസ്തു ഇല്ലെങ്കിൽ ഇത് ഇവിടെ തന്നെ നിൽക്കും. ഇതാണ് ഇതിൻ്റെ പവർ. ഇത് ഓണാക്കിയാലേ ഇത് വർക്കാവും. ഒരു വസ്തു മുന്നിലുണ്ടെങ്കിൽ ഇത് പ്രവർത്തിക്കും, ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കും. വസ്തു മുന്നിലുണ്ടെങ്കിലേ ഇത് പ്രവർത്തിക്കൂ, അല്ലെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കും. ഈ റോബോട്ടിൻ്റെ പേര് യോഗോട്ട് എന്നാണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ മനുഷ്യർക്ക് എത്തപ്പെടാൻ സ്ഥലത്ത് ഇതിനെ കൊണ്ട് ചെന്നിട്ട് നമുക്ക് റിമോട്ട് കൊണ്ട് കൺട്രോൾ ചെയ്തിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതൊരു കൺവെർട്ടബിൾ റോബോട്ട് എന്ന് വെച്ചാൽ പല രീതിയിൽ ഇതിനെ മാറ്റാൻ കഴിയും. അതിനകത്ത് ഒരു മോഡ് മാത്രമാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. അതിനകത്ത് ഒരെണ്ണം മാത്രമാണിത്. ഇതിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഇതിനകത്ത് അൾട്രാസോണിക് സെൻസറും സെർവോ മോട്ടറും വെച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ യൂസ്ഫുൾ എന്തൊക്കെയാണ്? ഇത് എന്തെങ്കിലും ഒബ്ജക്റ്റ് ഫ്രണ്ടി ഉണ്ടെങ്കിൽ അത് ഇല്ലാത്ത സ്ഥലത്തോട്ട് പോകും. ഈ മോട്ടറിൻ്റെ പേരെന്തുവാണ്? സെർവോ മോട്ടർ. ഇതിന്റെ പേരെന്തുവാ? ഇതിൻ്റെ പേര് ഗ്രിപ്പർ റോബോട്ട് എന്നാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ക്വാക്ക് വെച്ചാണ്. ഇതിൻ്റെ യൂസ് എന്തുവാ? ഇത് മുമ്പിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് ഗ്രിപ്പ് ചെയ്ത് നമ്മൾ പ്രോഗ്രാം ചെയ്തേക്കുന്ന ഇവിടത്തേക്ക്
കൊണ്ടുവെക്കും. ഒന്ന് പ്രവർത്തിച്ച് കാണിക്കാമോ? ഇതിൻ്റെ പേര് റോബോട്ടിക് ആം എന്നാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യൻ ചെയ്യുന്ന മാക്സിമം കാര്യങ്ങൾ ഇതിനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ഇതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതാണ് ഡുബോട്ട് ലാബ് എന്ന് പറയുന്നത്. നമുക്ക് വരയ്ക്കേണ്ട ചിത്രം ഈ സോഫ്റ്റ്വെയറിലോട്ട് അപ്ലോഡ് ചെയ്താൽ അത് ഇവിടെ വരയ്ക്കും. അതുപോലെ തന്നെ ഈ പെൻ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ, അതായത് വെള്ളം വാട്ടറൊക്കെ സക്ക് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കണമെങ്കിൽ അത് പെൻ മാറ്റിയിട്ട് ഇവിടെ വെച്ചാൽ അതും ഈ റോബോട്ടിക് ആം ചെയ്യുന്നതാണ്. ഇതാണ് VR ഓർ വെർച്വൽ റിയാലിറ്റി ഡിവൈസ്. ഇതിലൂടെ നമുക്ക് കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇതിൽ നമുക്കൊരു നെക്സ്റ്റ് ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടും. അതുപോലെ തന്നെ നമുക്കിത് എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോസ് കാണാനും സിനിമാസ് കാണാനും ഒക്കെ നമുക്ക് ഈ ഒരു ഡിവൈസിലൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. ചെയ്തത് പിക്ടോബ്ലോസിലാണ്. ഈ പ്രോജക്റ്റിൻ്റെ പേര് സ്പേസ് ബാറ്റിൽ എന്നാണ്. ഈ പ്രോജക്റ്റ് നമ്മുടെ ശബരിപ്പം കളിച്ച് കാണിക്കും. ഇങ്ങനെയാണ് ഇത് കളിച്ച് കാണിക്കുന്നത്. ഞങ്ങൾക്ക് ആർക്കെങ്കിലും കളിക്കാൻ താല്പര്യമുണ്ടോ? മുകളിൽ നിന്ന് ഏലിയൻസ് വരും. അതിനെ നമ്മൾ സ്പേസ് റിസോൾവ് ചെയ്യുമ്പോഴാണ് ബുള്ളറ്റ്സ് വരും. ബുള്ളറ്റ്സിനെ ഏലിയൻസ് താഴാക്കും. അതാണ് ഈ പ്രോജക്റ്റ്. താങ്ക് യു. ഇത് 3D പെന്നാണ്. നമുക്ക് 3D പെൻ അറിയാമല്ലോ. നമ്മളൊരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു പടമോ വല്ല പറഞ്ഞു കൊടുത്താൽ അത് മണിക്കൂറുകൾക്കുള്ളിൽ ഒരു പടമോ ഒബ്ജക്റ്റ് വരച്ചു വരും. അതേപോലെ തന്നെ അത് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വരയ്ക്കാൻ പറ്റുന്നതാണ് ഈ 3D പെന്ന്. പിക്ടോബ്ലോക്സിലെ ഹ്യൂമൻ ബോഡി ഡിറ്റക്ഷൻ എക്സ്റ്റൻഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ വിരലിലെ ആഗ്രം ഉപയോഗിച്ച് വായിൽ വരയ്ക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഇത്. ഇതിന് പെൻസിലോ അല്ലെങ്കിൽ പേനയോ ആവശ്യമില്ല. നിങ്ങളുടെ വിരലാണ് നിങ്ങളുടെ പേന. നിങ്ങളുടെ സ്ക്രീനാണ് നിങ്ങളുടെ ക്യാൻവാസ്. ഈ പ്രൊജക്റ്റിൻ്റെ പേരാണ് AR ഡ്രോയിങ്സ്. ആദ്യം നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന പെൻസിൽ ഉപയോഗിച്ച് സ്ക്രീൻ ഓൺ ആക്കാൻ വേണ്ടി ഗ്രീൻ ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു ക്യാമറ ഓൺ ആയിട്ടുണ്ട്. ആദ്യം നമ്മൾ പെൻ ഡൗൺ എടുക്കുക.
അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വിരൽ ഉപയോഗിച്ച് നമ്മൾ സ്ക്രീനിൽ വരയ്ക്കുമ്പോൾ നമ്മൾ ഏത് ചിത്രമാണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ചിത്രം സ്ക്രീനിൽ വരും. എക്സാമ്പിൾ, അറ്റൻഡൻസ് സിസ്റ്റം യൂസിങ് ഫേസ് ഡിറ്റക്ഷൻ. ഇത് ഒരാളുടെ പേരും അയാളുടെ ഫോട്ടോയും കൊടുത്തിട്ട് ഇതിൽ സേവ് ആക്കി വെക്കുന്നതാണ്. എന്നിട്ട് ഇത് പിക്ടോ ബ്ലോക്സിൽ വെച്ചാണ് ചെയ്യുന്നത്.